ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെറൈറ്റി ഫുഡ് ടോക്സ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു മീൻ കറിയാണെന്ന് അല്ലേ. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള മത്തി തേങ്ങ അരച്ച കറി തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് നാളികേരത്തിൻ്റെ പകുതി ചിരകിയതെടുക്കാം, 2 തക്കാളി വേണം, 4 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. ഇതാദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള മിക്സിയുടെ ജാറിൽ ഏതാണോ നല്ലവണ്ണം അരയുന്നത് അതിലിട്ട് ഇത് അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഇതിൽ തക്കാളി ചേർക്കുന്നത് കൊണ്ട് ആദ്യം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണമാക്കി മുറുക്കിയെടുക്കാം. തക്കാളി അതേമാതിരി ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് തയ്യാറാക്കുന്നത് ഒരു ചട്ടിയിലാണ്. ഈ അരപ്പ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ നല്ല മഷി പോലെ അരയണം. അതാണ് തേങ്ങ അരച്ച മീൻ കറിയുടെ പ്രത്യേകത. ഇതിൽ നോർമൽ വാട്ടർ തന്നെയാണ് ഇവിടെ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. അതിനു വേണ്ടി 2.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പച്ചമാങ്ങ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വാളംപുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കൂടി ഇട്ട് കൊടുക്കാം. മത്തി മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പുളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളി ചേർക്കാവുന്നതാണ്. വാളംപുളി ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് കുടംപുളിയാണ് ഇഷ്ടമെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി കടുക് താളിക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് താളിക്കാൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതേമാതിരി നല്ലവണ്ണം എണ്ണ ചൂടായതിനു ശേഷം മാത്രം കടുക് ഇട്ട് കൊടുത്താൽ മതി. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 4-5 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചുവന്നുള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ മീനിന്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് താളിച്ചത് ചേർക്കാം. ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിൽ സ്പൂൺ കൊണ്ട് ഇളക്കരുത്, കാരണം മീൻ ഉടഞ്ഞു പോകും. ഇത് എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മീൻ കറി ഇഷ്ടമായില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേമാതിരി തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.